ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് 4-ാം ദിവസം, വിശാഖം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. പകരം ഇന്നിടുന്നു. കുളിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് വീണ്ടും അത്തപ്പൂക്കൾ ഇടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയം വൈകി. അപ്പം ഞാൻ ഇച്ചിരി കട്ടൻ ചായയൊക്കെ ഇട്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചില്ല, നല്ല ചൂടായിരുന്നല്ലോ, കുടിച്ചില്ല. അപ്പോഴത്തേക്കും മഴയൊന്ന് നിന്നു. വീണ്ടും ഇറങ്ങി പഴയ തലേ ദിവസത്തെ പൂക്കളെല്ലാം ഞാൻ എടുത്ത് മാറ്റി വീണ്ടും ചാണകം മെഴുകുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കൾ ഇടുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇതെല്ലാം ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ച ചെടികളും പൂക്കളും ഒക്കെയാണ്. പക്ഷേ എല്ലാ ദിവസവും മുസാന്തയും കൊളാമ്പിയും പിന്നെ ഒരു പാലപ്പൂ പോലെ ഉള്ളൊരു പൂവൊക്കെ ഉണ്ട്, ഒരു വൈറ്റ്, പിന്നെ ചെമ്പരത്തി, ചെത്തി, ഇതൊക്കെ തന്നെയാണ് ഡെയിലി എല്ലാ ദിവസവും എനിക്ക് ഇടാനായിട്ട് വീട്ടിലുണ്ടാവുക കേട്ടോ. അതൊരു സന്തോഷം തന്നെയാണ്. എന്നാലും ചില ദിവസങ്ങളൊന്ന് വെറൈറ്റി പിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഇന്ന് രാവിലെ വിചാരിച്ചു ഇത് തന്നെയാണല്ലോ എല്ലാ ദിവസവും ഉണ്ടാവുക, എന്നാൽ പിന്നെ അടുത്ത ദിവസം മറ്റെന്തെങ്കിലുമൊക്കെ പൂക്കളൊന്ന് ശേഖരിച്ച് വെക്കണം എന്ന്. കാരണം തൊട്ടടുത്ത വീടുകളിലൊക്കെ കുറച്ചധികം പൂക്കളുണ്ട്. കാരണം ക്രിസ്ത്യൻസിൻ്റെ വീട്, അവരൊന്നും പൂക്കളിടില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ പൂക്കളൊക്കെ മറ്റുള്ള വീടുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് പൂക്കളെല്ലാം കളക്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ വിചാരിക്കണം. സമയം കിട്ടുമെന്ന് അറിയില്ല, കാരണം ചെറിയ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. സമയം ഉണ്ടെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ അടുത്ത ദിവസത്തേക്ക് എനിക്ക് പറിച്ച് വെക്കണം. ഓരോ ഓണക്കാലവും നമുക്ക് ഓരോരോ ഓർമ്മകളാണല്ലേ, പഴയ കുറേ മധുരമുള്ള കുറേ ഓർമ്മകൾ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള സലീന കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ ഓണക്കാലമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഒരുപാട് ഹിന്ദുസിൻ്റെ വീടുകളിലൊക്കെ പോയിട്ട് അത്തപ്പൂക്കളിടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും, അവിടെ പൂക്കളത്തിനൊക്കെ ഇങ്ങനെ കളം വരയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഒരുപാട് എന്താ പറയുക, നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലം തന്നെയാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പഴയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരുപാട് വലിയ പൂക്കളൊന്നും അല്ലെങ്കിലും, പൂക്കളൊക്കെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ള പൂവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എല്ലാ ദിവസവും ആഘോഷിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും ഓണം തന്നെയാണല്ലോ നമുക്ക്. പൂക്കളോടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. നേരത്തെ ഇട്ട് വെച്ച കട്ടൻ ചായ ഇത്തിരി ആറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മക്കൾ കുടിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ഫ്രഷായിട്ട് കുടിക്കണമെന്നാണ് ഇഷ്ടം. പക്ഷെ നേരത്തെ പൂക്കളിടാനുള്ള തിരക്കിലായതുകൊണ്ട് ഞാൻ അത്രയും ചൂടുള്ള ചായ കുടിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം അപ്പോഴത്തേക്കും മഴ ഒന്നും കുറഞ്ഞായിരുന്നു, അതാണ് പൂക്കളിടാനായിട്ട് ഞാൻ വേഗം ഓടിപ്പോയത്. അപ്പം ഇപ്പോൾ വന്നിട്ട് ഞാൻ ഫ്രഷായിട്ട് വേറെ വെച്ചു കുറച്ച് കട്ടൻ, കാരണം എനിക്ക് അങ്ങനെ കുടിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാനപ്പോൾ സാമ്പാറും ദോശയാണെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുള്ള പരിപ്പ് ഞാനെടുത്ത് കുക്കറിലേക്ക് ഇട്ടു. അതൊന്ന് വേഗണ നേരം കൊണ്ട് നോക്കുമ്പോൾ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് പൊടിയൊക്കെ ഇട്ട് വെച്ചു. കാരണം ഒരുപാട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഉടനെ കടുപ്പം കൂടും. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ അപ്പോൾ തന്നെ പാത്രം എടുത്ത് ഞാൻ ഒഴിച്ച് വെക്കുക ചെയ്യണം. കൈയോട് തന്നെ മധുരം ഇട്ട് വെക്കും കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചായ എനിക്ക് സിപ്പടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ കൈയോടെ മാറ്റി വെച്ചില്ലെങ്കിൽ അതങ്ങ് കടുപ്പം കൂടും, പിന്നെ ഒട്ടും കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ചായയുടെ ടേസ്റ്റും പോവും, കാര്യങ്ങളും പോവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുക്കറിൽ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേഗം ആക്കണം, കാരണം ഇച്ചിരി വൈകിപ്പോയല്ലോ. അതുകൊണ്ട് ആ പരിപാടി ചായ കുടിക്കണതിന് മുന്നേ തന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നുകൂടെ വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് സമാധാനമായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ പണികൾ നീണ്ടു പോകും. ചായ കുടിക്കാൻ ഇച്ചിരി ആസ്വദിച്ച് കുടിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് കാരണം കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് സ്വസ്ഥമായിട്ടാണ് ഞാൻ ഇച്ചിരി നേരം ചായ കുടിക്കാൻ നിൽക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് കുക്കറിൽ കഷ്ണങ്ങൾ വേകുമല്ലോ.
ഇവിടെ എല്ലാവരും ക്രിസ്പി ദോശയുടെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ദോശ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ പുട്ട്, ഉപ്പുമാവ്, ഇടിയപ്പമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാറ്റി മാറ്റി പിടിക്കണമല്ലോ. അപ്പോൾ കൂടുതലും ദോശയുടെ ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ ക്രിസ്പി ദോശ ആയതുകൊണ്ട് ഞാൻ ആ ടൈമിൽ അങ്ങ് ചുട്ട് കൊടുക്കത്തേ ഉള്ളൂ. കാരണം ചുട്ട് വെക്കുന്ന പരിപാടിയില്ല. അപ്പോഴത്തേക്കും മോനോട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവനപ്പോൾ ബനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി ബനിയൻ ഇട്ടിട്ട് വാടാന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേണ്ട, ഞാൻ ടവൽ പൊതിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ കയറിയിരുന്നാണ് ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം ക്രിസ്പി ആകുമ്പോൾ ചുട്ട് എടുക്കുന്നത് ചൂടായിട്ട് തന്നെ അങ്ങോട്ട് കഴിക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ദോശ ഒരൈറ്റം അതവർ അങ്ങനെയാണ് കഴിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. അപ്പോൾ സമാധാനപരമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ മോളെയും വിളിച്ചപ്പോൾ അവൾ ആ നേരത്തേക്ക് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കഴിക്കാൻ നിന്നില്ല, പോയി. അപ്പോൾ മോളെയും വിളിച്ചു. അപ്പോൾ കൈയോടെ തന്നെ അവൾക്കും കൊടുക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവൾക്കായിട്ട് പിന്നെ സെപ്പറേറ്റ് ടൈം ഞാൻ കണ്ടുപിടിക്കണം. അന്നേരം ചൂടാൻ നിൽക്കണം. ആ നേരം കൊണ്ട് ഒന്നിച്ച് രണ്ടുപേർക്ക് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് കഴിഞ്ഞ് കിട്ടും. കൈയോടെ തന്നെ ഞാനും കഴിക്കാമെന്ന് കരുതി. കാരണം അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മോൻ വേഗം വന്നേക്കോ, അമ്മ വന്നിരിക്കെ ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ചുടലും ചൂടായിട്ട് കഴിക്കലൊന്നും നടക്കത്തില്ലല്ലോ ഒരേ സമയം. അപ്പം അമ്മ കഴിച്ചോ, ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നിരുന്ന് എനിക്ക് ചുട്ടു തരികയാണ് കേട്ടോ. അടുക്കളപ്പണിയിൽ തന്നെ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവരെ കൊണ്ടാവുന്നതൊക്കെ അതിപ്പോൾ അവരുടെ തിന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഇനി എക്സ്ട്രാ 2-3 പാത്രങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കും, അടിച്ചു വരൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാതെയൊക്കെ ആയാലും സഹായത്തിനൊരാൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ. അത് മക്കളാവുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ ദിവസം രണ്ടുപേരും ക്ലാസ്സിൽ പോയിട്ടില്ല. ഇവിടെ രണ്ടുപേരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ആ മോളെ ഞാൻ ഇന്നലെ വൈകുന്നേരം കാണിച്ചു ഹോസ്പിറ്റലിൽ. തൊണ്ടവേദനയും ശ്വാസം മുട്ടലിനെ കുറിച്ച് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അവളൊന്നും പോയിട്ടില്ല. പകരം മോൻ്റെ കാലിന് വയ്യ, അത് കാരണമാണ് അവനെ കൊണ്ടുപോകണം. അവനൊരാഴ്ചയായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മിയും ചൂട് പിടിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കിയെങ്കിലും ഒന്ന് കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടി. അപ്പോൾ ഇനി ഒന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം എന്താണ് എന്നുള്ളത്. എന്നിട്ട് വേണം ബാക്കി ചികിത്സ. ഇപ്പം എൻ്റെ ക്യാമറമാൻ ഞൊണ്ടി നടക്കണേ അല്ലടാ, ഞൊണ്ടലാണ് ഞൊണ്ടി. അപ്പോൾ അതൊന്ന് കൊണ്ട് കാണിക്കാം. അല്ലെങ്കിൽ വെച്ചിരുന്ന് സ്കൂളിലൊന്ന് എന്താ പറയുക, കൂട്ടുകാരനായിട്ടേ അല്ലേ, കൂട്ടുകാരൻ വന്ന് ഇടിച്ചതാണ്. അപ്പോൾ ഇവൻ തെറിച്ച് വീണു. അപ്പോൾ കാലൊന്നും മടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല നീരുണ്ടായിരുന്നേ. നീരൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വെള്ളച്ചതവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നടക്കുമ്പോൾ കാല് കുത്താൻ പറ്റുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതൊന്ന് പോയി കാണിച്ചിട്ട് വരണം. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ പിന്നെയും വേദനകൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മളെ വർക്കുകളും കാര്യങ്ങളും നടക്കില്ല. അവനെ ക്ലാസ്സിൽ പോക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇന്നും പുറമണിക്ക് ബായി ഉണ്ടായി കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കൊണ്ട് തീർന്നില്ല ബായിയുടെ പണികൾ. ഇന്നൂടെ ഉണ്ട്. ഇന്നാണ് ലാസ്റ്റ് ദിവസം. 5 ദിവസമായി ബായി ഇപ്പോൾ പണിയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത്തേക്കാണ് കോമ്പൗണ്ട് ഒന്ന് ക്ലിയർ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഏട്ടൻ നേരത്തെ പോയിരുന്നു. അപ്പോൾ ബായി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ബായിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം കുറച്ച് ഏരിയ കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ബായിയോട് പറഞ്ഞു കൊടുത്താൽ നമ്മളില്ലെങ്കിൽ പോലും ബായി അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കും. മോൾക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവളെ തനിച്ച് വീട്ടിലിരുത്താനൊരു പേടിയാണ്. അത് കാരണം അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. കാരണം കാലം അത്ര നല്ലതൊന്നുമല്ലല്ലോ. പ്രത്യേകിച്ചും പണിക്ക് അവിടെ ഒരാളും ഉള്ളപ്പോൾ ധൈര്യമായിട്ട് അവിടെ ഇരുത്താൻ എനിക്ക് തോന്നിയില്ല. അത് കാരണം അവളെയും കൂട്ടിയിട്ട് പോന്നു. കുറേ സമയം ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയതാണ്. ഒരുപാട് സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരുപാട് തിരക്കുള്ളൊരു ഡോക്ടറെ തന്നെയാണ് കണ്ടത്. ഫസ്റ്റ് ടൈമാണ് ആ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ ചീട്ടെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് അവസാനം ക്ഷമ കിട്ടിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഡ്യൂട്ടി ഡോക്ടറിലേക്ക് ചീട്ടൊന്ന് മാറ്റി എടുത്തിട്ട് മോനെ കാണിക്കേണ്ടതായിട്ട് വന്നു. കാരണം അത്രയും സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, കാണാനായിട്ട് അത്രയും സമയം വൈകിയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു. അവനകത്ത് കയറ്റിയിട്ട് അവർ പരിശോധിച്ചു. അപ്പോഴത്തേക്ക് എക്സ്റേ എടുക്കാനെന്ന് പറഞ്ഞു. അവൻ എക്സ്റേ എടുക്കാനായിട്ട് അവനെ കൊണ്ടുപോവുകയാണ്. നേരെ നോക്കിയാൽ ചേട്ടനും അനിയത്തിയും കീരിയും പാമ്പും ആണെങ്കിലും ഒന്ന് വയ്യായിക ഒന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും സപ്പോർട്ടിന് ഒപ്പം തന്നെ കൂടെ ഉണ്ടാകും കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നതും. കൂടെ നമുക്കിപ്പോൾ എന്താ പറയുക,
എന്തെങ്കിലും ദേഷ്യം പിടിപ്പിക്കാനും പാറുക്കുട്ടി അവൻ്റെ കൂടെ തന്നെ കാണും. അതുപോലെ അവനും തിരിച്ച്. എക്സ്റേ ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ചെറിയൊരു സ്ക്രാച്ച് കാണുന്നുണ്ട്, പക്ഷേ പൊട്ടൽ കാര്യങ്ങളൊന്നുമില്ല, നീരൊന്നുമില്ല. അത് കാരണം ബാൻഡേജൊക്കെ ചുറ്റി തൽക്കാലം വീട്ടിലേക്ക് വിട്ടു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെങ്കിൽ വീണ്ടും വന്നൊന്ന് ഓർത്തോനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തന്നെ പോയി. ഞങ്ങൾ ഈവനിങ്ങിലാണ് തിരിച്ചെത്തിയത്. ഏകദേശം 4:30 മണി കഴിഞ്ഞു വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ കേട്ടോ. എന്തായാലും ഒരു ദിവസം അങ്ങനെ പോയി. ഇന്നത്തെ വ്ളോഗും ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.